ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് വീട് വെച്ചു കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻഡ് വിത്ത് വയനാട് എന്ന് പറഞ്ഞ് വലിയൊരു ആപ്പ് ഉണ്ടാക്കിക്കൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് കോൺഗ്രസും അന്ന് കോൺഗ്രസിന്റെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് സിദ്ദിഖ് MLA അടക്കം നേതൃത്വം നൽകിക്കൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്ന് പിരിച്ചെടുത്തത്. കഴിഞ്ഞ ദിവസം കുന്നംപറ്റയിൽ അവർ 3 ഏക്കർ ഭൂമി ഈ ഭവന പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുത്തിരുന്നു. ആ ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നാടകം മാത്രമാണ്. അവിടെ ദുരന്തബാധിതർക്ക് വേണ്ടി ഭവനങ്ങൾ ഉയരാൻ പോകുന്നില്ല എന്നുള്ളത് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തറക്കല്ലിട്ട് 10 ദിവസത്തിനകം അവിടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നാണ്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഭൂമിയിൽ പോയി പരിശോധിച്ച് നോക്കാം. മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ അവിടെ എത്തി അവിടുത്തെ നിജസ്ഥിതി മനസ്സിലാക്കിയതാണ്. നാളിതുവരെയായിട്ടും ഇപ്പോൾ തറക്കല്ലിട്ടിട്ട് ഏകദേശം 1 മാസത്തോളം ആകാറായി. നാളിതുവരെയായിട്ടും അവിടെ ഒരു കല്ല് പോലും ഇട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. അപ്പോൾ ദുരന്തബാധിതർക്ക് നിങ്ങൾ സർക്കാരിന് പണം നൽകരുത്, നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിന്റെ കയ്യിൽ നിന്ന് കോടികൾ പിരിച്ചെടുത്ത പണം കോൺഗ്രസ് ദുരന്തബാധിതർക്ക് വേണ്ടി ചെലവഴിക്കാതെ കോൺഗ്രസ് മറ്റു രീതിയിൽ ചെലവഴിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള ഒരു പൊറാട്ട് നാടകത്തിനാണ് ബഹുമാനപ്പെട്ട സിദ്ദിഖ് MLA നേതൃത്വം നൽകുന്ന കൽപ്പറ്റയിലെ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇത്തരത്തിലുള്ള ഒരു തറക്കല്ലിടൽ നാടകം അവിടെ കളിച്ചത്. എന്തായാലും MLA ദുരന്തബാധിതരോടും അതുപോലെ തന്നെ വയനാട്ടിലെ ജനങ്ങളോടും കേരളത്തിലെ ജനങ്ങളോടും മാപ്പ് പറയണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്.